കല്യാണ കച്ചേരി. പഠിക്കാനായി സെറ്റ് ചെയ്ത അലാറം കേട്ട് ആദ്യം ഉണർന്നത് ഭൂമിയാണ്. അവൾ അരികിൽ നിന്നും അടർന്നു മാറിയെന്നറിഞ്ഞതും കാർത്തി അവളെ ഒന്നുകൂടി തന്റെ ഉടലോടെ പൊതിഞ്ഞു പിടിച്ചു. വീട് കണ്ണേട്ട, പഠിച്ചതെല്ലാം ഒന്നുകൂടി നോക്കണം. മെല്ലെ അവനടുത്തേക്ക് ചേർന്ന് അവന്റെ നെറുകയിൽ മൃദുവായി ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി വന്ന് ബുക്കെടുത്ത് വായിച്ചു പഠിക്കാൻ തുടങ്ങി. അല്പനേരം കൂടി കിടന്ന ശേഷം കാർത്തി ജോഗിങ്ങിന് പോകാൻ റെഡിയായി താഴേക്ക് വന്നു. കാർത്തി ജോഗിങ് ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഭൂമി സുഭദ്രയ്ക്കൊപ്പം അടുക്കളയിലായിരുന്നു. ഭൂമിയുടെ ശബ്ദം അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ കാർത്തിയും അടുക്കളയിൽ നിന്ന് കേട്ടതുകൊണ്ട് തന്നെ കാർത്തിയും അവിടേക്ക് നടന്നു. അമ്മയും മോളും കൂടി കാര്യമായിട്ടുണ്ടോ? പാചകത്തിലാണല്ലോ. എന്താ ഇത്ര കാര്യമായിട്ടുണ്ടാക്കുന്നേ? ഒന്നുമില്ലട മോനെ, ഞങ്ങൾ വെറുതെ ഓരോന്ന് പറയുമായിരുന്നു. സുഭദ്രയാണ് അവന് മറുപടി കൊടുത്തത്. ഭൂമി, അധികം നേരം ഇവിടെ ചുറ്റിത്തിരിയാതെ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് എക്സാമിന് പോകേണ്ടതല്ലേ? അതേ മോളെ, കാർത്തി പറഞ്ഞതാ ശരി. മോൾ വേഗം പോയി റെഡിയായി വാ, അല്ലെങ്കിൽ പിന്നെ ധൃതി പിടിച്ചോടുന്ന് പോകേണ്ടി വരും. ഇത്തിരി നേരത്തെ ഇറങ്ങിയാല് നിങ്ങൾക്ക് സ്പീഡൊക്കെ കുറിച്ച് സാവധാനം പോകാലോ. ഭൂമി വേഗം തന്റെ മുകളിൽ പോയി റെഡിയായി താഴേക്ക് വന്നു. കാർത്തി കൂടി ഒന്ന് ഭക്ഷണം കഴിച്ച് റെഡിയായതോടെ അവർ കോളേജിൽ പോകാൻ ഇറങ്ങി. പതിവ് പോലെ സുഭദ്ര വാതിൽപ്പടിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ കോളേജിലേക്ക് എത്തുമ്പോൾ ഭൂമിയുടെ മിഴികൾ ആദ്യം പോയത് വാഗമർച്ചോട്ടി നിൽക്കുന്ന സുമയുടെ അടുത്തേക്കാണ്. താൻ സുമയോട് പറഞ്ഞായിരുന്നു പ്രഗ്നൻസിയുടെ കാര്യം? കാർത്തി ഭൂമിയോട് ചോദിച്ചു. ഇല്ല. അതെന്താ പറയാതിരുന്നേ? ഞാനിത് നേരിട്ട് പറയുമ്പോഴുള്ള അവളുടെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടി മനഃപൂർവ്വം പറയാതിരുന്നതാ. ആരും പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് ഭൂമി ഇറങ്ങി. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതണം കേട്ടോ. എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ ഈ മരത്തിന് ചോട്ടിൽ വന്നു നിന്നാൽ മതി. അച്ഛൻ കാറുമായിട്ട് വരും. ഓക്കെ കണ്ണേട്ട. അവരോട് യാത്ര പറഞ്ഞ് ഭൂമി നേരെ സുമയ്ക്ക് അരികിലേക്ക് നടന്നു. നീ എല്ലാം പഠിച്ചോ ഭൂമി? ഒരു 90% എല്ലാം പഠിച്ചിട്ടുണ്ട്. നീയോ? ഏതാണ്ട് അതേപോലൊക്കെ തന്നെ. അവരുടെ രണ്ടുപേരുടെയും റോൾ നമ്പർ തമ്മിൽ ഒരുപാട് അകലമുള്ളതിനാൽ തന്നെ അവരിരുവരും വേറെ വേറെ ക്ലാസ് റൂമിലായിരുന്നു പരീക്ഷ എഴുതിയത്. ചോദ്യപേപ്പർ കയ്യിലേക്ക് കിട്ടിയപ്പോൾ തന്നെ ഭൂമിയുടെ മുഖം വിടർന്നു. കാരണം അതിൽ മുഴുവനും അവൾ പഠിച്ച ചോദ്യങ്ങളായിരുന്നു. ആ സന്തോഷത്തോടുകൂടി തന്നെ എക്സാം അവൾ വളരെ നന്നായിട്ട് എഴുതി തീർത്തു. എക്സാം കഴിഞ്ഞ് ഭൂമി പുറത്തേക്കിറങ്ങി. അതേസമയം തന്നെയായിരുന്നു സുമയും തൊട്ടടുത്ത ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വന്നത്. പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ ഓരോരുത്തരെ പൊഴിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഭൂമി എക്സാം? നീ നന്നായി എഴുതിയോ? സുമയെ ഭൂമിയോട് ചോദിച്ചു. എനിക്ക് എളുപ്പമായിരുന്നടി. എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. കൂടുതലും ഞാൻ പഠിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഭൂമി അത്യധികം സന്തോഷത്തോടെ പറഞ്ഞു. അവളുടെ സന്തോഷത്തിൽ ഒരു നിറച്ചിരിയോടെ സുമയും പങ്കുചേർന്നു. സുമി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഭൂമി സുമയെ ഫേസ് ചെയ്യാതെ തിരിഞ്ഞു നിന്നോട്ട് പറഞ്ഞു. അത് പിന്നെ എന്താടി? വളച്ചു കേട്ടാതെ നീ കാര്യം പറ. അത് പോസിറ്റീവാണ്. ആദ്യം കാര്യമാണത് മനസ്സിലാകാതെ നിന്നിട്ട് പെട്ടെന്ന് ഭൂമിക്കത് ക്ലിക്കായി. അവൾ ഓടി വന്നിട്ട് ഭൂമിയെ പിടിച്ച് തിരിച്ചു നിർത്തി. ശരിക്കും എനിക്കപ്പോഴേ നല്ല ഡൗട്ടുണ്ടായിരുന്നു. ഞാൻ നിന്നെ എന്തായാലും കാണാൻ തുടങ്ങിയിട്ട് 2 വർഷമായില്ലേ. അതുകൊണ്ട് തന്നെ നിന്റെ തളർച്ചയും ക്ഷീണവും ഒക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്തോ കാര്യമായ കാര്യമുണ്ടെന്ന്. എന്നിട്ട് നീ വെറുതെ കയ്യും വീശിയാണോ വന്നേ? ട്രീറ്റ് എവിടെ? സ്വീറ്റ്സ് പോലും ഇല്ലാതെയാണോ നീ വന്നത്? അത് ഭൂമി നിന്ന് വിക്കി. അപ്പോൾ തന്നെയാണ് ഭൂമിയുടെ എക്സാം കഴിഞ്ഞെന്നറിയാനായി കാർത്തി എക്സാം ഹോളിലേക്ക് വന്നത്. എന്നാൽ പാതി വഴിയിൽ നിന്ന് ഭൂമിയും സുമയും സംസാരിക്കുന്ന കണ്ടതോടെ അവൻ അവർക്കടുത്തേക്ക് വന്നു. ദാ വരുന്നാണ്, നീ നേരിട്ട് ചോദിച്ചോ? ഭൂമി സുമയ്ക്ക് കാർത്തിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവളുടെ കാതിൽ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കാർത്തി ഭൂമിയോട് ചോദിച്ചു. ഈസി ആയിരുന്നു കണ്ണേട്ടാ. ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നീട് കാർത്തി സുമയെ നോക്കി എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നന്നായിരുന്നു സർ, അവളും പറഞ്ഞു. കൺഗ്രാറ്റ്സ് സർ. സർ, ട്രീറ്റ് എപ്പോഴാ? സുമയ പകുതി കാര്യമായും പകുതി കളി പോലെയും പറഞ്ഞപ്പോ ചമ്മൽ നിറഞ്ഞ ഒരു ചിരി വന്നു കാർത്തിയുടെ മുഖത്ത്.
താങ്ക് യു. ട്രീറ്റ് ഉറപ്പായും ഉണ്ടാകുമല്ലോ. എക്സാം ഒക്കെ കഴിയട്ടെ ആദ്യം. ഭദ്ര, തന്നെ വിളിക്കാൻ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ തന്റെ ഫോൺ വിളിച്ച് കിട്ടാതെയാണ് എന്നെ വിളിച്ചത്. ആണോ? ഞാൻ എക്സാമിന് കയറുമുന്നേ ഫോൺ സൈലന്റ് ആക്കിയിരുന്നു. അതാവും ചിലപ്പോ കിട്ടാത്തത്. ആ, എങ്കിൽ പിന്നെ താൻ പോയിക്കോളൂ. ശരി. ഭൂമി തലകുലുക്കി. മറ്റന്നാൾ കാണാം. ഭൂമി സുമയോട് യാത്രയും പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി. പറഞ്ഞതുപോലെ തന്നെ വാഗമരത്തിനോട് ചേർന്നുള്ള പാർക്കിങ്ങിലായി നിർത്തിയിട്ടിരിക്കുന്ന ബാലേന്ദ്രന്റെ കാർ കണ്ട് അവൾ വേഗം നടന്ന് അയാൾക്കരികിലേക്ക് ചെന്നു. എങ്ങനെയുണ്ടായിരുന്നു മോളെ എക്സാം? നന്നായി എഴുതിയോ? നന്നായി എഴുതി വെച്ചാ. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നത്. ആണോ? അത് നന്നായി. അപ്പോഴേക്കും വീട്ടിലേക്ക് പോകാനായി ബാലേന്ദ്രൻ കാർ സ്റ്റാർട്ട് ചെയ്തു. സമയം ഉച്ചയില്ലേ? മോൾക്ക് വിശക്കുന്നുണ്ടോ? നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പോകാം. വേണ്ടച്ചാ, അത് കുഴപ്പമില്ല. അമ്മ എന്തായാലും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം. ബാലേന്ദ്രൻ കാറ് ബാലേന്ദ്രന്റെ കാറ് വീട്ടുമുറ്റത്തേക്ക് വന്ന് നിൽക്കുമ്പോ സുഭദ്ര ടിവിക്ക് മുൻപിലായിരുന്നു. വന്നു രണ്ടാളും. എങ്ങനെയുണ്ട് എക്സാം? നന്നായി എഴുതിയില്ലേ മോളെ? എഴുതിയമ്മേ. ഞാൻ നിങ്ങൾക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആഹാരം കഴിക്കാമോ? നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇനി നാളെ കഴിഞ്ഞിട്ട് മാത്രമേ മോനിക്ക് എക്സാം ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആഹാരം കഴിച്ച് ഒരു ചെറു മയക്കത്തിനായി അവൾ റൂമിലേക്ക് പോയി. അതേസമയം ക്യാൻറ്റീനിൽ ഇരുന്ന് ലഞ്ച് കഴിക്കുവാണ് ഗായത്രി. ആ സമയത്താണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. ഫോൺ എടുത്തു നോക്കുമ്പോൾ അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നിമാഞ്ഞു. മറ്റാരുമായിരുന്നില്ലത്, ദേവായിരുന്നു. പരസ്പരം ഇഷ്ടം അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിളികൾ ഇപ്പോൾ പതിവാണ്. ഓപ്പ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് ഗായത്രി ദേവിന്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാട്ടിൽ നിന്ന് അനിതയും അനിതനും വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഗായത്രിയും ദേവിയുമായുള്ള ബന്ധം തറവാട്ടിൽ ഇപ്പൊ ഏകദേശം എല്ലാരും അറിഞ്ഞ മട്ടാണ്. വിവാഹത്തെക്കുറിച്ചും അതിന്റെ അനുബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാനാണ് അവർ വരുന്നത്. അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് ഗായത്രിയുടെ മുഖത്താവോളം ഉണ്ട്. വീട്ടുകാരെല്ലാരും വരുന്നത് കൊണ്ട് തന്നെ ഇന്ന് ഗായത്രി 4 മണിക്ക് പെർമിഷൻ വാങ്ങി. പതിവിൽ 1 മണിക്കൂർ നേരത്തെ പോകും. ദേവ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാമെന്നാണ് പറഞ്ഞത്. ദേവിന്റെ കോളെടുത്ത് ചെവിയോരം ചേർത്ത് വെച്ചുകൊണ്ട് ഗായത്രി ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം അവൾക്ക് പേഷ്യന്റ് നന്നായി കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവ് അവളെ വിളിക്കാനായി വരുമ്പോൾ അവൾ പാർക്കിങ്ങിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് എപ്പോഴും ദേവിനെ കാണുമ്പോൾ ഒരു ചിരി വിടരും. ചിലപ്പോൾ ഒരുപാട് കാലം കാത്തിരുന്നു കിട്ടിയ ഒരു പ്രണയമായതുകൊണ്ടാവാം അത്. പക്ഷേ ദേവിനെ ചിരി വലിയ ഇഷ്ടാണ്. ഗായു, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ആഹാ, എന്താണ് ദേവേട്ട ഗുഡ് ന്യൂസ്? മറ്റൊന്നുമില്ല, ഭൂമി പ്രഗ്നന്റ് ആണ്. ആഹാ, അത് കൊള്ളാലോ. ഒരു കുഞ്ഞുവാവ് വരാൻ പോകുന്നല്ലേ? നമുക്കൊരു ദിവസം ഭൂമിയെ കാണാൻ പോണം. ഗായത്രി പറഞ്ഞപ്പോ അതിനെ അനുകൂലിച്ചുകൊണ്ട് ദേവും പറഞ്ഞു. പോകാം. ചിലപ്പോ ഇതറിഞ്ഞ അമ്മ ഇന്നെ പോകാന്ന് പറയും. അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടാ കുട്ടിയെ. അത് പറഞ്ഞിട്ട് ദേവ് ഗായത്രിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ചെറുതായെങ്കിലും ഒരു അസൂയ അവളുടെ മുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെ നിരാശയായിരുന്നു ഫലം. കാരണം നിറഞ്ഞ പുഞ്ചിരിയുടെ ഇരിക്കുകയാണ് ഗായത്രി. അവൾക്ക് ഓർമ്മ വന്ന ദിവസം കാർത്തിയുടെ കൈകളിൽ കിടന്ന് ബോധമില്ലാതെ തന്റെ വീട്ടിലേക്ക് വന്ന ഭൂമിയെ ഡിപ്രഷന്റെ അങ്ങേ തളിക്കുന്ന ആ കുട്ടി ഇത്രയും പെട്ടെന്ന് റിക്കവർ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരേയൊരു കാരണം ആ കുട്ടിയുടെ ഭർത്താവാണ്. അയാളിൽ നിന്ന് ലഭിച്ച സ്നേഹവും കെയറിങ്ങും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് അവളിപ്പോ ഇത്രയും സന്തോഷമായിരിക്കുന്നത്. ദേവിനെ നോക്കിക്കൊണ്ട് ഗായത്രി പറഞ്ഞു. അത് ശരിയാണ് ഗായു. ഇപ്പോ ഭൂമി എന്ന് പറഞ്ഞാൽ അത്രയേറെ ജീവനാണ് കാർത്തിക് സാറിന്. ചുണ്ടിൽ ഊറിക്കൂടിയ പുഞ്ചിരിയോടെ ദേവ് പറഞ്ഞു. വൈകിട്ട് ഗായത്രിയുടെ അച്ഛനമ്മയും വന്നപ്പോ അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുകയാണ് സരസ്വതി. അനിതയുടെ മിഴികൾ അത്രയും പതിഞ്ഞത് ഗായത്രി തന്നെയാണ്. മുൻപത്തേതുപോലെയല്ല. ഇപ്പോഴവളുടെ മുഖത്ത് ഒരു സന്തോഷമുണ്ട്. മുൻപ് കളിച്ചിരികളൊന്നുമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം സംസാരം. അങ്ങനെയുള്ള ഗായത്രിയിൽ നിന്ന് അവൾ ഒരുപാട് മാറിയിരിക്കുന്നുവെന്ന് അനിത തിരിച്ചറിഞ്ഞു. എന്തായാലും കുട്ടികൾ തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് സരസ്വതി? ഗായത്രിയുടെ അച്ഛൻ ആനന്ദൻ സരസ്വതിയോട് ചോദിച്ചു.
എന്റെ അഭിപ്രായത്തിൽ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട്, അതാ നല്ലത്. അതേ അഭിപ്രായം തന്നെയാണ് അനിതയ്ക്കും. കാരണം വിവാഹത്തിന് ഒരുപാട് പണം ചെലവഴിച്ച് അത്യാർഭാടമായി അത് നടത്തുന്നതിനോടൊന്നും യോജിപ്പുള്ളവരായിരുന്നില്ല അവർ. ഗായത്രിക്ക് വേണ്ടി ഞങ്ങൾ കുറച്ചധികം സ്വർണ്ണമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്. അവളെ വിവാഹ ദിവസം അതൊക്കെ ഇട്ട് കാണാൻ ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. നോക്ക്, അതൊക്കെ നിങ്ങളുടെ പേഴ്സണലായ താല്പര്യങ്ങളാ. എനിക്കും എന്റെ മകനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു നിർബന്ധവുമില്ല. ഞങ്ങൾക്ക് അവളെ മാത്രം മതി മകളായിട്ട്. അതൊക്കെ എനിക്കറിയാം ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടി ഉണ്ടാവുമ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു ദിവസമാണല്ലോ ഇത്. അവളുടെ വിവാഹം, അല്ലെങ്കിൽ അവൾ നല്ലൊരു ജോലി കയറുന്നത്, അതൊക്കെ. എനിക്കറിയാം ചേച്ചിക്കും ദേവനും ഒന്നും ഇതിനോട് യാതൊരു താല്പര്യവും ഇല്ലെന്ന്. എങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പറഞ്ഞതേ ഉള്ളൂ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ തീർത്തും വ്യക്തിപരമായ ആഗ്രഹവുമാണ്. അതിനൊന്നും ഒരിക്കലും ഞാനും ദൈവം എതിരെ നിൽക്കില്ല. സരസ്വതി പറഞ്ഞതും അനിത ആശ്വാസത്തോടെ അനന്തനെ നോക്കി. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് നമുക്കൊരു ഡേറ്റ് തിരഞ്ഞെടുക്കാല്ലേ? അനന്തം പറഞ്ഞു. അയ്യോ അച്ഛ, ഒരു 6 മാസത്തിന് ശേഷം മതി. അതെന്തിനൊക്കെയോ ഇനിയും 6 മാസം കാത്തിരിക്കുന്നത്? അല്ലമ്മേ, എനിക്കൊരു മെഡിക്കൽ ക്യാമ്പുണ്ട് 3 മാസത്തേക്ക്. പിന്നീട് അതിനുശേഷം ഒരു 3 മാസം മറ്റു ചില തിരക്കുകൾ. 6 മാസം കഴിഞ്ഞാകുമ്പോ ഞാനും ഒന്ന് ഫ്രീ ആകും. പിന്നെ 1 മാസമോ 2 മാസമോ ഒക്കെ എനിക്ക് ലീവ് കിട്ടും. എന്തു പറയുന്നത്? സരസ്വതിയെ നോക്കി ചോദിച്ചു. സരസ്വതി ദേവിനെ നോക്കി. അത് മതിയെങ്കിൽ ഗായു അവളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വരട്ടെ. മോളുടെ സൗകര്യം അങ്ങനെയാണെങ്കിൽ അത് മതി, അങ്ങനെ നോക്കി ചെയ്യാം. സരസ്വതിയും കൂടി പറഞ്ഞതോടെ അതിനൊരു തീരുമാനമായി. അന്നേ ദിവസം വൈകുന്നേരം കാർത്തിക് കോളേജ് കഴിഞ്ഞു ചായ കുടിച്ച ശേഷം സുഹൃത്തിനെയും ബാലേന്ദ്രനും കാർത്തിക്കും ഭൂമിയും ഒക്കെ ചേർന്ന് ലിവിംഗ് റൂമിൽ TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പുറത്താരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. ഡോർ തുറക്കാൻ പോയത് ബാലേന്ദ്രനാണ്. പിന്നീട് ബാക്കിയുള്ളവർ കേൾക്കുന്നത് അയാളുടെ ദേഷ്യത്തിലുള്ള സംസാരമാണ്. കാർത്തിയും സുന്ദരിയും അയാൾക്ക് പിന്നാലെ ഓടി. അവർ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ബാലേന്ദ്രന്റെ തൊട്ടു മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്ന കിരണ്യാണ്. നിന്നോട് ആരാടാ വീണ്ടും ഇവിടേക്ക് വരാൻ പറഞ്ഞത്? സ്വന്തം അച്ഛനെയും അമ്മയും കള്ളം പറഞ്ഞ് ചതിച്ചിട്ടും നിനക്കെങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ തോന്നി? ശകാരവർഷങ്ങൾ കൊണ്ട് അവനെ പൊതിയുകയാണ് ബാലേന്ദ്രൻ. ആകെ മൊത്തത്തിൽ ഉലഞ്ഞു പോയതുപോലെയുള്ള അവന്റെ ആ നിൽപ്പും ഭാവവും സുന്ദരിക്ക് എന്തിനോ ഉള്ളു വേദനിച്ചു. അവർ ബാലേന്ദ്രന്റെ കയ്യിൽ പിടിച്ച് ഇനിയൊന്നും പറയില്ല എന്ന അർത്ഥത്തിൽ ആ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും പിന്നിൽ നിന്ന് കാർത്തിക് മുന്നിലേക്ക് വന്നു. എന്തുപറ്റി? നിന്റെ മുഖമൊക്കെ വല്ലാണ്ട്. അല്പം ബലമായി തന്നെ താഴേക്ക് കുനിഞ്ഞു കിടന്നു അവന്റെ മുഖം ബലമായി പിടിച്ചുയർത്തിക്കൊണ്ട് കാർത്തി ചോദിച്ചു. കിരണിന്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ് ആ നിമിഷം അവരെല്ലാരും കണ്ടത്. മോനെ, എന്തുപറ്റി? നീ എന്താ കരയുന്നേ? അത്ര നേരവും ദേഷ്യത്തിൽ നിന്ന് സുഭദ്ര ഉണ്ടായിരുന്ന ദേഷ്യവും പിണക്കവും എല്ലാം മറന്ന് ധൃതിയിൽ അവന്റെ അടുത്തേക്ക് വന്നു. ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൻ കാർത്തിയെ ചുറ്റിപ്പിടിച്ചു. കരയാതെ കാര്യം പറയടാ. അവൾ എന്നെ ചതിക്കുമായിരുന്നു. ഇത്ര നാളും എന്നോട് കപട സ്നേഹം കാണിച്ച് നമ്മുടെ കുടുംബം ഇല്ലാതാക്കാൻ ശ്രമിക്കുമായിരുന്നവൾ. തെറ്റ് പറ്റിപ്പോയി ഏട്ടാ. കിരൺ പറയുമ്പോ അവനെ പുറത്തു തട്ടി ആശ്വസിപ്പിക്കാൻ മാത്രമേ കാർത്തിക്കിനും ആ സമയം കഴിഞ്ഞുള്ളൂ. അഞ്ജലി നമ്മുടെ ദുബായ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന അഭിലാഷിന്റെ മകളാണ്. കമ്പനിയിൽ നിന്നും അനധികൃതമായി പണം മോഷ്ടിച്ചെന്ന പേരിൽ അയാൾക്കെതിരെ നമ്മുടെ കമ്പനി കേസ് ഫയൽ ചെയ്തു. 1 വർഷക്കാലം അയാൾ ജയിലിൽ കിടന്നു. ആ കേസിൽ പ്രതികാരം തീർക്കാൻ വേണ്ടിയാണ് അഞ്ജലി അനുപമയും എന്നെ ഏട്ടനെ സ്നേഹിച്ചത്. പക്ഷെ ഏട്ടൻ അവളുടെ ചതിയിൽ നിന്നും മുന്നേ കാര്യങ്ങളറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ അവൻ വീണ്ടും ആർത്തു കരഞ്ഞു. ഇനി നീ ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? അകത്തേക്ക് കയറ്. എന്നാലും ഞാൻ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത് അവളെ. എന്നിട്ട് അവൾ എന്നോട് ഈ ചതി കാണിച്ചല്ലോ. കിരൺ കൈകൊണ്ട് നെറ്റിക്ക് അടിച്ചു കരഞ്ഞു. പോട്ടടാ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അകത്തേക്ക് കയറാൻ? വാ, അകത്ത് കയറിയിരിക്കെ. കാർത്തിക് കിരണിനെ നിർബന്ധിച്ചുകൊണ്ട് അകത്തേക്ക് എത്തി. അപ്പോഴേക്കും ഭൂമി പോയി ഒരു ഗ്ലാസ്സില് ഇളം ചൂടുവെള്ളം എടുത്തുകൊണ്ട് വന്നു.
കാർത്തി ഭൂമിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കിരണിന് കൊടുത്തു. ഒരു വേള കിരണിന്റെ മിഴികൾ ഭൂമിയിൽ പതിഞ്ഞു. എന്നോട് ക്ഷമിക്കണം ഭൂമി. ഒരുപക്ഷെ നിന്നോട് ഞാൻ അന്ന് അങ്ങനെ ഒരു ചതി ചെയ്തതിന്റെ പേരിലായിരിക്കും ഇന്നെനിക്ക് ഇത്രയും ദുഃഖിക്കേണ്ടി വന്നത്. തൊഴു കൈകളോടെ തീർത്തും ആത്മാർത്ഥമായി അവനത് പറയുമ്പോൾ ഭൂമിക്കും സങ്കടം വന്നു. സത്യം പറഞ്ഞാൽ അനുപമയും അഞ്ജലിയും ദുബായ് ഓഫീസിലെ തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ട അഭിലാഷിന്റെ മക്കളാണെന്നും കാർത്തിയും ബാലേന്ദ്രനും സുഭദ്രയും അറിയുന്നത് ഇപ്പോഴാണ്. ബാലചന്ദ്രൻ പണ്ട് പല രീതിയിൽ സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ചെറിയ കുട്ടികളായിരുന്നു. മാത്രമല്ല, തുടക്കത്തിൽ അവർക്ക് സഹായം നേരിട്ട് എത്തിച്ചെങ്കിലും പിന്നീട് ട്രസ്റ്റ് വഴിയായിരുന്നു സഹായങ്ങളെല്ലാം അവരിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായി നിന്നില്ല. എന്നാൽ അന്ന് താൻ പാല് കൊടുത്തു വളർത്തിയവ തന്നെ ഇന്ന് തന്റെ കുടുംബത്തിന്റെ മുകളിൽ ഒരീർച്ചവാളായി തൂങ്ങിക്കിടക്കുന്നുവെന്ന യാഥാർത്ഥ്യം ബാലേന്ദ്രൻ തിരിച്ചറിഞ്ഞതും അയാൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. കിരൺ, നീ ആദ്യം ആഹാരം കഴിക്കും, എന്നിട്ട് ഫ്രഷായി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. കാര്യങ്ങൾക്കെല്ലാം നമുക്ക് തീരുമാനം ഉണ്ടാക്കാം, കാർത്തി പറഞ്ഞു. കിരൺ ആഹാരം കഴിക്കാനായി ഡൈനിങ് റൂമിലേക്ക് പോയപ്പോൾ സുഭദ്ര അവനായി ഭക്ഷണം വിളമ്പി കൊടുത്തു. കണ്ണു നിറഞ്ഞു തുളുമ്പി പോകുന്നുണ്ടായിരുന്നവർക്ക്. എങ്ങനെ താൻ വളർത്തിയെടുത്ത മകനാണ് എന്നിപ്പോ അവന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി തനിക്ക് മുൻപിൽ നിൽക്കുന്നു. സുഭദ്ര അലിവോടെ അവനെ നോക്കി. ഒരു തരത്തിൽ പറഞ്ഞാൽ അവനത് അർഹിക്കുന്നുണ്ട്. എങ്ങു നിന്നോ വന്ന് നിർത്തി അവൾ പറയുന്നതും കേട്ട് സ്വന്തം വീടും വീട്ടുകാരെയും ഇത്രനാൾ അച്ഛൻ പടുത്തുയർത്തിയ കമ്പനിയും ബിസിനസ്സും എല്ലാം ഒറ്റ നിമിഷം കൊണ്ടിട്ടെറിഞ്ഞു അവൾക്കൊപ്പം പോയവൻ ഇത്രയെങ്കിലും അനുഭവിച്ചില്ലെങ്കിൽ അവൻ ഒരിക്കലും ചെയ്ത തെറ്റിന്റെ വ്യാപ്തി മനസ്സിലാകില്ല. ആഹാരമൊക്കെ കഴിച്ച് കിരൺ റെസ്റ്റ് എടുക്കാൻ മുകളിലെ റൂമിലേക്ക് പോയി. കുറെ നേരം നിന്നു കഴിഞ്ഞപ്പോൾ അല്പം ക്ഷീണം തോന്നിയതുകൊണ്ട് ഭൂമിയും അവരുടെ റൂമിലേക്ക് പോയി. ഹാളിൽ കാർത്തിയും ബാലേന്ദ്രനും സുഭദ്രയും മാത്രം അവശേഷിച്ചു. കാർത്തി, എന്താണ് നിന്റെ ഡിസിഷൻ? അച്ഛാ. കാർത്തി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് പുറത്ത് വീണ്ടും മറ്റാരോ കോളുമ്പെല്ലടിച്ചത്. കാർത്തി ഇരുന്നിടത്തും എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നടന്നു. തുടരും. സപ്പോർട്ട് വേണം കേട്ടോ. ഒപ്പം ലൈക്ക് ആൻഡ് കമന്റ്.